മലയാളി സിനിമ പ്രേക്ഷകർ ഒരുവിധം സോഷ്യൽ മീഡിയക്കകത്ത് നിൽക്കുന്ന എല്ലാവരും ചേർന്ന് അശ്വിൻ കോക്കിനെ നല്ലപോലെ എടുത്തിട്ട് കൊടയുന്നുണ്ട്. മാത്യു തോമസ് നായകനായിട്ടുള്ള ബ്രൊമാൻസ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് മാത്യു തോമസിന്റെ പെർഫോമൻസ് കൊള്ളാം, മൂവി കൊള്ളാം എന്നൊക്കെ അശ്വിൻ കോക്ക് ആ സിനിമ ഇറങ്ങിയ സമയത്ത് പോസിറ്റീവ് റിവ്യൂ കൊടുത്തിരുന്നു. അതിന്റെ പേരിലാണ് ഇപ്പോൾ എല്ലാവരും ചേർന്ന് അശ്വിൻ കോക്കിനെ നല്ല പോലെ ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്യു തോമസിന്റെ ഇതിലുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ ഇദ്ദേഹത്തിന് ഹൈപ്പർ ടെൻഷൻ പരിപാടിയൊക്കെ ഉണ്ട്. അത് വന്നിട്ട് പിന്നെ പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി ഒരു സീനിൻ്റെ അകത്ത് പെർഫോം ചെയ്യുക. അതേ പറഞ്ഞു പ്രിയദർശൻ പടങ്ങളിൽ പോലെ പണ്ട് ലാലേട്ടനും മുകേഷൊക്കെ ചെയ്തു വെച്ച പരിപാടിയില്ലേ. ആക്ച്വലി പുള്ളിക്കാരൻ പറഞ്ഞത് ഇത്ര വലിയ പ്രശ്നമാണോ, ഇത്രമാത്രം പുള്ളിയെ ട്രോൾ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ബ്രൊമാൻസ് സിനിമ ഇറങ്ങിയ സമയത്ത് ഞാനും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ആ സിനിമ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല എന്നെ വിളിച്ച് ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ പോയിട്ട് കാണും, ഒറ്റയ്ക്ക് പോയി കാണുന്നതിനേക്കാൾ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ ഇരുന്ന് എൻജോയ് ചെയ്തിട്ട് ഇത് കാണാൻ പറ്റുമെന്നാണ്. അത് എന്റെ ഒരു പെർസ്പെക്റ്റീവ് ആയിരുന്നു, എന്റെ ആസ്വാദന രീതിയായിരുന്നു. അതുപോലെ തന്നെ സിനിമയെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് റിവ്യൂ കൊടുത്തു. അതായിരുന്നു ആ സിനിമയെ കുറിച്ചുള്ള എന്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ സിനിമ കാണാൻ പോകുന്നു, റിവ്യൂ കൊടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ് സിനിമയെ കുറിച്ചുള്ള അന്തിമ വിധി ഇതാണെന്നല്ല. അത് ഫസ്റ്റ് ഇംപ്രഷൻ ആണ്, സിനിമ കാണുന്ന ഒരാളുടെ ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. അത് അയാൾ ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കുന്നില്ല, ആരോടും ഇതാണെന്ന് സമർത്ഥിക്കുന്നില്ല. അയാളുടെ അഭിപ്രായങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ മറ്റൊരു വ്യക്തിയുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടല്ല നിങ്ങൾ സിനിമ കാണാൻ പോകേണ്ടത്. ഇപ്പൊ ഞാനൊരു സിനിമയെ കുറിച്ച് റിവ്യൂ പറയുമ്പോൾ അതിനോട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കുറെ അധികം ആളുകൾ ഉണ്ടായിരിക്കും, ഞാൻ പറയുന്ന കാര്യത്തോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ ആളുകൾ ഉണ്ടായിരിക്കും, അല്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കും. അവരാണ് ശരി, ഞാനാണ് ശരി എന്നൊന്നും അതിന് അർത്ഥമില്ല. എല്ലാവരും ശരിയാണ്. സിനിമ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും സിനിമ കാണാൻ അറിയാം, സിനിമ ആസ്വദിക്കാൻ അറിയാം. അവർക്കെല്ലാം അവരുടെ ഒരു രീതി അനുസരിച്ച്, അവരുടെ ആസ്വാദന രീതി അനുസരിച്ച് അതിനെക്കുറിച്ച് വിലയിരുത്താനും അറിയാം. ആരും ഇന്ന ആളെക്കാൾ ശരിയെന്നോ അല്ലെങ്കിൽ ഇന്ന ആളെക്കാൾ കൂടുതലായിട്ട് സിനിമയെ വിലയിരുത്തുന്നു അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് അഭിപ്രായം പറഞ്ഞാലും അതിനോട് അനുകൂലിക്കാൻ പറ്റുന്നവരും അതിനോട് എതിർക്കാൻ പറ്റുന്നവരും ഒക്കെ ഒരുപാടുണ്ട്. എല്ലാ റിവ്യൂവേഴ്സിന്റെ കാര്യം ഇത് തന്നെയാണ്. ഇപ്പൊ അശ്വിൻ കോക്ക് ആണെങ്കിൽ പോലും പുള്ളിക്കാരൻ പറയുന്നത് പുള്ളിക്കാരന്റെ അഭിപ്രായമാണ്, പുള്ളിക്കാരന്റെ നിലപാടാണ്, വീക്ഷണമാണ്. അത് റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അഭിപ്രായം എന്നാണല്ലോ അർത്ഥം. അപ്പൊ അഭിപ്രായമാണ് പറയുന്നത്, അതാണ് അന്തിമ വിധി എന്ന് പ്രേക്ഷകർ വിചാരിക്കുന്നിടത്താണ്, അല്ലെങ്കിൽ അശ്വിൻ കോക്ക് പറയുന്നത് ഈ സിനിമയുടെ അന്തിമ വിധിയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന പ്രേക്ഷകർക്കാണ് പുള്ളിക്കാരനെയും അല്ലെങ്കിൽ റിവ്യൂവേഴ്സിനൊക്കെ ഇതുപോലെ വിമർശിക്കാനും പരിഹസിക്കാനും പറ്റുന്നത്. ഇപ്പൊ ഈ ബ്രൊമാൻസിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി എനിക്ക് വളരെയധികം വർക്കായിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ട് മുൻപായിരുന്നു ഞാൻ ഒരു ജാതി ജാതകം സിനിമ കണ്ടത്. അപ്പൊ എനിക്ക് പേഴ്സണലി ആ ഒരു മൂവി എനിക്ക് ഒട്ടും വർക്കായിട്ടില്ലായിരുന്നു. മാത്രമല്ല അതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും എന്റെ പൊളിറ്റിക്സുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളല്ല. സോ ആ തമാശകൾ എനിക്ക് വർക്കായിട്ടില്ല. പക്ഷെ എന്റെ കൂടെയുള്ള എന്റെ അമ്മ ഉണ്ടായിരുന്നു, അമ്മ ആ മൂവി കണ്ട് ഒരുപാട് ചിരിച്ചു, അത് അവർക്ക് വർക്കായിട്ടുണ്ട്. അതിനർത്ഥം ഞാൻ ശരി എന്റെ അമ്മ തെറ്റു അങ്ങനെയല്ല, അല്ലെങ്കിൽ എന്റെ അമ്മ ശരി ഞാൻ തെറ്റെന്നല്ല. അത് രണ്ടുപേരുടെയും ആസ്വാദന രീതിയെ ബേസ് ചെയ്ത് നിൽക്കുന്ന കാര്യമാണ്. സോ അശ്വിൻ കോക്ക് പറഞ്ഞ അഭിപ്രായം വെച്ച് മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. പുള്ളിക്കാരന് മാത്യു തോമസിന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ മാത്യു തോമസിന്റെ പെർഫോമൻസ് കണ്ട് പണ്ടത്തെ മുകേഷിനൊക്കെ ഓർമ്മ വന്നു, അത്രേ ഉള്ളൂ. അതുപോലെ എല്ലാവർക്കും തോന്നണമെന്നും യാതൊരു നിർബന്ധവുമില്ല. എന്തായാലും അതിനുശേഷം പിന്നീട് ആളുകൾ ഇതിന്റെ പേരിൽ പുള്ളിക്കാരനെ എടുത്തിട്ട് ഇങ്ങനെ ട്രോൾ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ മാത്യു തോമസ് മറ്റൊരു കാര്യവുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വരുന്നത്. ആൾക്കാർക്ക് ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് അത് വർക്കായിട്ടില്ല എന്നുള്ളത് അത് മനസ്സിലാക്കുക എന്നുള്ളത്, അത് ഓഡിയൻസും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം മാറിയതിന്റെ പ്രശ്നമല്ല, അത് നമ്മൾ ചെയ്തതിന്റെ പ്രശ്നമാണ്. അപ്പോ അത് കുറച്ചും കൂടെ ചിലപ്പോ വൃത്തിക്ക് എല്ലാവർക്കും കൂടെ കൺവിൻസിങ് ആവുന്ന രീതിയിൽ ചെയ്യണമായിരുന്നു. അപ്പൊ അത് നമ്മൾ ആ സമയത്ത് ഷൂട്ടിന്റെ സമയത്ത് എടുത്തൊരു ജഡ്ജ്മെന്റ് പ്രശ്നമാണ്. ഓക്കെ, മാത്യു തോമസ് ഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് തനിക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്കിനെ കുറിച്ച് പുള്ളിക്കാരൻ തുറന്നു പറഞ്ഞു. അപ്പോഴും എല്ലാവരും വീണ്ടും കളിയാക്കുന്നത് അശ്വിൻ കോക്ക് സിനിമയെ കുറിച്ച് മാത്യു തോമസിന്റെ പെർഫോമൻസിനെ കുറിച്ച് നല്ലത് പറഞ്ഞു എന്നുള്ള കാരണം കൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, അത് അയാളുടെ കാഴ്ചപ്പാടാണ്, അയാൾക്ക് അത് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. മാത്യു തോമസ് ഈ ക്യാരക്ടറിന് പറ്റുന്ന രീതിക്കാണ് പെർഫോം ചെയ്തിട്ടുള്ളതെന്ന് ആ വ്യക്തിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ മറ്റൊരു വ്യക്തിയുടെ തീരുമാനം, മറ്റൊരു വ്യക്തിയുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നതിന് നമുക്ക് തിരുത്താൻ പറ്റില്ല. അയാളുടെ സിനിമ ആസ്വാദന രീതി അങ്ങനെയാണ്. ഇതേ സാഹചര്യത്തിലാണ് എനിക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നിയ മറ്റൊരു കാര്യം വരുന്നത്. നല്ല രീതിക്ക് നമ്മുടെ ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന വർക്കിനുള്ള PR വർക്ക് നടക്കുന്നുണ്ട്, നല്ല രീതിക്ക് നടക്കുന്നുണ്ട്. പല ആളുകളും വിചാരിക്കാറുണ്ട് ഈ വരുന്ന വാർത്തകളൊക്കെ കറക്റ്റ് ആണ്, സത്യമാണെന്നൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷെ സിനിമയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഓൺലൈൻ മീഡിയകളിലും വരുന്ന വാർത്തകളെ കണ്ണടച്ച് വിശ്വസിക്കരുത്. അത് PR വർക്കിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. ഞാനും ഒരു കാലത്ത് അങ്ങനെ PR വർക്കിന്റെ ഭാഗമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്, അതിന്റെ ഭാഗമായിട്ട് ഇത്തരം വർക്കുകൾ ചെയ്തിട്ടുണ്ട്. സോ എനിക്കറിയാൻ പറ്റും എങ്ങനെയാണ് ഈ PR വർക്കിന്റെ കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് അറിയാൻ പറ്റും. ഏതായാലും പ്രിൻസ് ആൻഡ് ഫാമിലിയെ കുറിച്ച് ഒരുപാട് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ വരുന്ന സമയത്താണ് PR വർക്ക് പോലെ തന്നെ ഈ മാത്യു തോമസിന്റെ പെർഫോമൻസിനെയും അതുപോലെ തന്നെ പ്രിൻസ് ആൻഡ് ഫാമിലിയെ കുറിച്ച് അശ്വിൻ കോക്ക് പറഞ്ഞിട്ടുള്ള നെഗറ്റീവ് റിവ്യൂവിനെയൊക്കെ ചേർത്തുകൊണ്ട് വീണ്ടും പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. ദിലീപ് സിനിമ വരുമ്പോൾ മാത്രം കാണുന്ന ചില ഈ കാലഹരണപ്പെട്ട കോമഡികളും പരിപാടികളും ഡയലോഗ്സും
എന്താ ഇത്, അതിന്റെ ഏറും കളിയാണ് ഈ സിനിമക്കകത്ത്. പുള്ളിക്കാരൻ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് നെഗറ്റീവ് റിവ്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അധികം PR വർക്ക് ചെയ്യുന്ന ആളുകളും എന്താണ് ചെയ്യുന്നത്, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സിനിമ വൻ വിജയമാണെന്ന് പറഞ്ഞുകൊണ്ട് അശ്വിൻ കോക്കിന്റെ പ്രസ്താവന അല്ലെങ്കിൽ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ള അഭിപ്രായം തെറ്റാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാം ചേർത്തിട്ട് വാർത്തകൾ ഉണ്ടാക്കാണ്. കൂട്ടത്തിൽ അവർക്ക് വീണ് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പായിട്ട് ഈ ബ്രൊമാൻസ് സിനിമയെ കുറിച്ചുള്ള അശ്വിൻ കോക്കിന്റെ അഭിപ്രായം, മാത്യു തോമസിന്റെ അഭിപ്രായം എല്ലാം ചേർത്തിട്ട് എല്ലാം കൂടി ഒന്നിച്ചാക്കിയിട്ട് അങ്ങ് സോഷ്യൽ മീഡിയയിൽ അങ്ങ് സ്പ്രെഡ് ചെയ്യാണ്. അപ്പൊ ഈ PR വർക്ക് എന്താണ് ഏതാന്ന് മനസ്സിലാവാത്ത ആളുകളൊക്കെ എന്ത് ചെയ്യും, ഇത് ഏറ്റെടുക്കും. ഈ കമന്റ് ചെയ്യുന്നവരും അല്ലെങ്കിൽ അശ്വിൻ കോക്കിനെ വിമർശിക്കുന്നവരും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഒന്നും ചിലപ്പോൾ ഈ സിനിമയൊന്നും കണ്ടിട്ടേ ഉണ്ടായിരിക്കില്ല. അവർ കിട്ടിയൊരു സംഭവം വെച്ച് ചുമ്മാ എന്തെങ്കിലും എഴുതി പിടിപ്പിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ PR വർക്ക് എന്താണെന്നാണ് ആദ്യം ഇവിടെ ഉള്ളവർ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ റിവ്യൂവേഴ്സ് എന്ന് പറയുന്ന ആളുകളല്ല ആക്ച്വലി ഇവിടെ PR വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഈ കാണുന്ന പല ഓൺലൈൻ മീഡിയക്കകത്തും നല്ലപോലെ PR വർക്ക് നടക്കുന്നുണ്ട്, പല ന്യൂസ് ചാനലിനകത്തും PR വർക്ക് നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രേക്ഷകർക്ക് അത് തിരിച്ചറിയാൻ പറ്റില്ല. മറിച്ച് യാതൊരു വിധത്തിലും PR വർക്കിന്റെ ഭാഗമല്ലാണ്ട് സ്വന്തമായിട്ട് അഭിപ്രായം പറയുന്ന ആളുകളാണ് വിമർശിച്ചു കൊണ്ടിരിക്കുക. ഇതിനിടയിൽ തന്നെ നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫനും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയെ കുറിച്ച് അശ്വിൻ കോക്ക് നെഗറ്റീവ് പറഞ്ഞ സമയത്ത് ലിസ്റ്റിൻ സ്റ്റീഫന് ഒരു സക്സസ്ഫുൾ സെലിബ്രേഷൻ അന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ള ചില സംഭവങ്ങളുണ്ട്. വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇടാനായിട്ട് കാരണം. അപ്പൊ അവൻ തന്നെ പറഞ്ഞു എന്റെ പൊന്നുഭായി എന്നോട് പറഞ്ഞതാണ്, എന്റെ പൊന്നുഭായി ആ തിയേറ്ററിൽ ഇരിക്കുന്നവർ മുഴുവൻ ചിരിക്കുന്നുണ്ട്, എനിക്കിത് ചിരിക്കാൻ പറ്റുന്നില്ല. സത്യത്തിൽ ഈ കോക്ക് പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്? തിയേറ്ററിൽ ഇരിക്കുന്ന എല്ലാ ആളുകളും ചിരിക്കുന്നുണ്ട്, പുള്ളിക്കാരന് ചിരി വന്നില്ല. പുള്ളിക്കാരൻ അത് തന്നെയാണ് വന്ന് പറയുന്നത്, എനിക്ക് ചിരി വന്നില്ല, പുള്ളിക്കാരൻ ആ കോമഡി എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതൊരു വലിയ തെറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ത് ചെയ്യുന്നു, പുള്ളി പറഞ്ഞത് തെറ്റാണെന്നും അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഈ കോമഡി എൻജോയ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു കാരണമായിട്ട് മറ്റൊരു കാര്യം കൂടിയാണ് പറയുന്നത്. ഈ പുള്ളിയുടെ ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ട്, ഞാൻ അവിടെ നാട്ടിൽ പാദയാത്രയ്ക്ക് ചെല്ലാറില്ല, ഞാൻ അവിടെ നാട്ടുകാരായിട്ട് യാതൊരു ബന്ധവുമില്ല, എനിക്ക് അവിടെ ഉള്ള നാട്ടുകാരായിട്ട് യാതൊരു പരിചയമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടിട്ട് അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന, സൊസൈറ്റിക്ക് ഉള്ളിൽ ജീവിക്കുന്ന പുള്ളിയുടെ ഒരു വേറിട്ടൊരു ലൈഫുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരാൾക്ക് ഇത് എത്രത്തോളം കണക്ട് ആവണം എന്നില്ല. ഇത് ഭയങ്കരമായിട്ടുള്ള മണ്ടത്തരമാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഈ സിനിമ എന്ന് പറയുന്ന സംഭവം എങ്ങനെയാണെന്നറിയോ ജനങ്ങളിലേക്ക് വർക്ക് ആവുന്നത്? ഇപ്പൊ നമ്മൾ ജീവിക്കാത്തൊരു ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ചില ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സ്ക്രീനിനകത്ത് ഇരുന്ന് കാണുന്ന സമയത്ത് അത് നമ്മളായി മാറുകയാണ്. അതിനകത്തുള്ള കഥാപാത്രങ്ങൾ നമ്മളായി മാറുന്നു, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിനെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്താണ് ആ സിനിമ വർക്ക് ആവുന്നത്. അതുകൊണ്ടാണ് സിനിമ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ അതൊക്കെ നമ്മൾ കഥാപാത്രങ്ങളിലൂടെ പൂർത്തീകരിക്കുന്ന ഒരു അവസ്ഥയില്ലേ, അതാണ് സിനിമയ്ക്കകത്ത് നടക്കുന്നത്. ഇപ്പൊ നായകനും നായികയും പ്രണയിക്കുന്ന സമയത്ത് നമുക്കും പ്രണയം ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പൊ നായകന്റെ വാശിയും പ്രതികാരവും വരുന്ന സമയത്ത് നായകന്റെ കൂടെ നമുക്ക് നിൽക്കാൻ തോന്നും. അതിന് കാരണം എന്താണ്? നമ്മൾ ആ കഥാപാത്രങ്ങളായി മാറാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ ജീവിക്കാത്ത മറ്റൊരു ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, ചില അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നു. നമുക്ക് റിയൽ ലൈഫിൽ ചിലപ്പോൾ ഹീറോ ആവാൻ താല്പര്യം ഉണ്ടായിരിക്കും, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നായകന്റെ ഹീറോയിസം കണ്ട് അതിനെ കൈയടിക്കും. നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളായിരിക്കും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും നായകന്റെ ഹീറോയിസം കണ്ട് നമുക്ക് കൈയടിക്കാൻ പറ്റും, കൊമേഡിയനായ നായകനെ കണ്ട് നമുക്ക് പൊട്ടിച്ചിരിക്കാൻ പറ്റും, നായകന്റെ പ്രണയം സാക്ഷാത്കരിക്കണമെന്ന് നമുക്ക് തോന്നിപ്പോകും. അതിനൊന്നും നമ്മൾ ആ ജീവിതം ജീവിക്കണമെന്ന് യാതൊരു ആവശ്യവുമില്ല. ഇപ്പൊ ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ മണ്ടത്തരവും ഇത് തന്നെയാണ്. അശ്വിൻ കോക്ക് എന്ന് പറയുന്ന വ്യക്തി നാട്ടുകാരുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല, പുള്ളിക്കാരൻ ഇൻട്രോവേർട്ട് സ്വഭാവമായിരിക്കാം, പുള്ളിക്കാരന്റെ സ്വഭാവ രീതി വേറെ ആയിരിക്കാം. അതിനർത്ഥം പുള്ളിക്കാരന് മറ്റൊരു സിനിമയും മനസ്സിലാവില്ല, ഒരു സിനിമ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല എന്നല്ല. അപ്പൊ ആവേശം എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പുള്ളിക്കാരൻ വളരെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂ കൊടുത്തിട്ടുണ്ട്. അതുപോലെയുള്ള പല സിനിമകളെ കുറിച്ച്, മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരന് ഈ പറയുന്ന പോലെ സമൂഹവുമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി അല്ല എങ്കിൽ ഇതൊരു സിനിമയുടെ റിവ്യൂ എന്ന് പറയുന്നതിന് അടിസ്ഥാനമായിട്ടുള്ള കാരണമായിട്ട് നിലനിൽക്കുന്നെങ്കിൽ ഈ സിനിമകൾക്കൊന്നും പുള്ളിക്കാരൻ പോസിറ്റീവായിട്ടുള്ള റിവ്യൂ കൊടുക്കില്ലായിരുന്നു. സോ ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവത്തോട് ഞാൻ വലിയ രീതിക്ക് വിയോജിക്കുകയാണ്. അതിനുശേഷം എന്തായാലും പുള്ളിക്കാരൻ വീണ്ടും ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ, ഞങ്ങളുടെ തന്നെ സിനിമയിൽ ദിലീപേട്ടന്റെ ക്യാരക്ടർ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രമാണ്, അത് പൊതു സമൂഹത്തിന്റെ അല്ല. അപ്പം അത്ര തന്നെയാണ് നമ്മുടെ റിവ്യൂവർ ആയിട്ടുള്ള അശ്വിൻ കോക്കും ചെയ്തിട്ടുള്ളത്. പൊതുസമൂഹത്തിന്റെ അഭിപ്രായമല്ല പുള്ളിക്കാരൻ എടുത്തിട്ടുള്ളത്. പുള്ളിക്ക് വേണമെങ്കിൽ തിയേറ്ററിന്റെ അകത്തിരുന്ന് ചിരിക്കുന്ന ആ ആളുകളുടെ കൂടെ ചേർന്ന് ഇതാണ് പൊതുസമൂഹത്തിന്റെ അഭിപ്രായം എന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, വേണമെങ്കിൽ പോസിറ്റീവായിട്ട് റിവ്യൂ കൊടുക്കാമായിരുന്നു. പക്ഷെ പുള്ളിക്കാരന്റെ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്, അത് പൊതുസമൂഹത്തിന്റെ അഭിപ്രായമല്ല. പിന്നെ എന്തുകൊണ്ടാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഇതൊന്നും മനസ്സിലാക്കാണ്ട് പുള്ളിക്കാരനെ വിമർശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഒരുവിധം സിനിമകളൊക്കെ ഞാൻ കാണുന്നതുമാണ്, റിവ്യൂ ചെയ്യുന്നതുമാണ്. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് കുറച്ചു കാലത്തേക്ക് സിനിമ കാണാൻ പറ്റില്ല.
സോ ഈ ഒരു സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല. പക്ഷെ ഒരു വ്യക്തി ഒരു സിനിമയെ കുറിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള അഭിപ്രായം പറയുമ്പോൾ എന്തിനാണ് ഇത്ര വലിയ അസഹിഷ്ണുത കാണിക്കുന്നത്? അയാൾ ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗമായി നിൽക്കാണ്ട് സ്വന്തം അഭിപ്രായം ധൈര്യസമേതം പറഞ്ഞു എന്നല്ലേ ലിസ്റ്റൻ സ്റ്റീഫൻ മനസ്സിലാക്കേണ്ടത്, അല്ലാണ്ട് അതിനെ വിമർശിക്കുകയല്ലോ. ഇപ്പൊ അശ്വിൻ കോക്ക് പല സിനിമകളെ കുറിച്ചും പോസിറ്റീവായിട്ട് റിവ്യൂ പറഞ്ഞിട്ടും പല സിനിമകളും പരാജയപ്പെട്ടു പോയ ചരിത്രമുണ്ട്. പല സിനിമകളെ കുറിച്ച് നെഗറ്റീവായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടും പല സിനിമകളും വിജയിച്ച ചരിത്രമുണ്ട്. അതായത് ഒന്നും ഒന്നിന്റെയും അടിസ്ഥാന ഘടകമല്ല. അവർ അവരുടെ അഭിപ്രായം പറയുന്നു, അത് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ അധികം ആളുകൾ ഉണ്ടായിരിക്കും, അതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് ഏറ്റെടുക്കുന്ന കുറെ അധികം ആളുകൾ ഉണ്ടായിരിക്കും. ചുമ്മാ അതിനകത്ത് വന്ന് തെറി വിളിക്കാൻ വേണ്ടി മാത്രം നോക്കിയിരിക്കുന്ന, ഇയാൾ എന്താണ് പറയുന്നതെന്ന് പോലും കേൾക്കാൻ തയ്യാറാവാതെ തെറി മാത്രം വിളിക്കാൻ നിൽക്കുന്ന പലതരം ആളുകളുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരുടെ മുമ്പിലേക്കാണ് ഈ റിവ്യൂ കൊണ്ടുവരുന്നത്. ഒരു റിവ്യൂ കണ്ടിട്ട് സിനിമ കാണണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്ന പ്രേക്ഷകരുടെ നിലപാട് അതും പ്രശ്നമാണ്. പ്രേക്ഷകർ അവനവന്റെ നിലപാടിൽ പോയി സിനിമ കാണുന്നതാണ് ഏറ്റവും നല്ലത്. റിവ്യൂവേഴ്സ് റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, വേണ്ടെങ്കിൽ കാണണ്ട. അപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, സിനിമയെ കുറിച്ചുള്ള അവരവരുടെ ഫസ്റ്റ് ഇംപ്രഷൻ ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതാണ് അന്തിമ തീരുമാനം, അല്ലെങ്കിൽ സിനിമയെ കുറിച്ചുള്ള അന്തിമ വിധി അതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ആ തെറ്റിദ്ധരിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ബ്രൊമാൻസ് സിനിമയുടെ റിവ്യൂ പറഞ്ഞ അശ്വിൻ കോക്കിനെ ട്രോൾ ചെയ്യാൻ തോന്നുന്നതും അതുപോലെ തന്നെ അശ്വിൻ കോക്കിനെ പല കാര്യങ്ങൾക്കും ഇത്ര രൂക്ഷമായിട്ട് വിമർശിക്കാൻ പറ്റുന്നതും. ഒരു റിവ്യൂ ഒരു സിനിമയുടെയും അന്തിമ വിധിയല്ല, അന്തിമ തീരുമാനമല്ല. സിനിമ അത് കാണേണ്ട ആളുകൾ കാണുക, ആസ്വദിക്കേണ്ട ആൾക്കാർ അങ്ങനെ ആസ്വദിക്കുക. എല്ലാവരുടെയും ആസ്വാദന രീതി ഒന്നല്ല. സോ ഫസ്റ്റ് ഇംപ്രഷൻ പറയുന്ന റിവ്യൂവേഴ്സിന്റെ റിവ്യൂവിനെ നോക്കിയിട്ട് നിങ്ങൾ ഇരിക്കേണ്ട. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ പോയി ടിക്കറ്റ് എടുത്ത് പൈസ കൊടുത്ത് സിനിമ കാണുക.